ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞങ്ങൾ മുളയങ്കാവ് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങി ഇതാ പകുതി വഴിക്കിലെത്തി. അപ്പോൾ കർക്കിടക മാസമല്ലേ, എത്ര ദിവസമായിട്ട് അമ്മയ്ക്ക് പോയിട്ടുണ്ടാകുന്നില്ല കേട്ടോ കാവിക്ക്. അപ്പോൾ അത് പോകാനൊക്കെയാണ്. എന്തായാലും ബാക്കിയൊക്കെ കുറച്ച് ഒഴിവുണ്ട്, നല്ലൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ. പിന്നെ ശിവ പിന്നിലിരിക്കുന്നുണ്ട് കേട്ടോ. ശിവ, പാറ ഞങ്ങളുടെ കൂടെ അല്ല കേട്ടോ. അപ്പോൾ അവൾക്ക് വഴിക്ക് കഴിഞ്ഞിട്ട് ഈ കാലിന് ചെറിയൊരു ഫ്രാക്ചറൊക്കെ ഉണ്ട്. അപ്പോൾ ചേച്ചിയുടെ വീട്ടിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു മൂടൗട്ട്. ശരിക്കും ആരും കളിക്കാനും ഗതി അടിക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് അല്ലേ. നമ്മളിതാ വല്ലപ്പുഴ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടോ. അപ്പോൾ ഈ വഴിക്ക് പോകുന്നു, കൊട്ടത്തറ ഭാഗത്ത് കൂടെ പോകുന്നത്. അപ്പോൾ റോഡിലൊക്കെ ഭയങ്കര തിരക്ക് തന്നെയാണ് കേട്ടോ. രാവിലെ നേരമല്ലേ, എല്ലാവരും ജോലിക്ക് പോണ തിരക്ക്. കടകളൊക്കെ തുറക്കണ സമയമല്ലേ, പിന്നെ എല്ലാവരും രാവിലെ ബിസി ആവുന്ന ഒരു സമയം കൂടിയാണല്ലോ. അപ്പോൾ ഒരു 5 മിനിറ്റ് അവിടെ നിന്നു, അപ്പോഴേക്കും ഗേറ്റ് ഓപ്പണായി. അപ്പോൾ ഇതാണ് വല്ലപ്പുഴ ഹൈസ്കൂള്. അപ്പോൾ രാജേട്ടൻ പഠിച്ച സ്കൂളാന്നൊക്കെ പറഞ്ഞിട്ട് ശിവയ്ക്ക് കാണിച്ചു കൊടുക്കാൻ കേട്ടോ. അച്ഛൻ പഠിച്ച സ്കൂൾ ഇതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാ നമ്മൾ മുളയങ്കാവിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ കാവിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കർക്കിടക മാസമാണ്, ഞായറാഴ്ചയും കൂടിയാണ്. പിന്നെ വിശേഷാൽ പൂജകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത് മുകൾ ഭാഗത്താണ്. താഴെ പാർക്കിങ്ങൊക്കെ ഫുള്ളായിരുന്നു. അപ്പോൾ പിന്നെ തൊഴിലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രഭാത ഭക്ഷണം ഉണ്ടായിരുന്നു കാവിൽ. അപ്പോൾ അതൊക്കെ കഴിക്കാൻ പോയി. ഉപ്മാവും പിന്നെ അതിനൊരു ചട്നി ഉണ്ടായിരുന്നു, പിന്നെ കാപ്പി. പിന്നെ അമ്പലത്തിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിനൊക്കെ എന്തൊരു സ്വാദാണല്ലേ. അതിപ്പോൾ ഉപ്മാവാണെങ്കിലും കൂടി അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ശിവയ്ക്ക് ശരിക്കും ഉപ്പുമാവ് പറഞ്ഞാൽ വീട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ ഉപ്പുമാവാണെന്ന് വേണ്ട എന്ന് പറയുന്ന ആളാണ്. നല്ല ആസ്വദിച്ച് കഴിക്കുകയായിരുന്നു കേട്ടോ അവള്. ശിവ, വണ്ടികൾ വരും, അച്ഛൻ്റെ കൈ പിടിച്ച് പോകും. അങ്ങനെ നമ്മൾ കാവന്ന് തിരിച്ച് വരുന്ന വഴിക്ക് ഒരു തട്ടുകട കണ്ടപ്പോൾ അവിടെ നിർത്തിയതാണ് കേട്ടോ. നമ്മൾ കാവന്ന് കഴിച്ചു. പിന്നെ അമ്മയ്ക്ക് പലഹാരം മേടിക്കാൻ വേണ്ടിയിട്ട് രാജേട്ടൻ പോയതാണ്. അപ്പോൾ ശിവി ഞാനുണ്ട് പറഞ്ഞിട്ട് കൂടെ പോയതാണ്. അമ്മയ്ക്ക് പൊറോട്ട നല്ല ഇഷ്ടമാണ്. അപ്പോൾ കിട്ടുകയാണെങ്കിൽ പൊറോട്ട തന്നെ വാങ്ങിക്കൊണ്ടാന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇങ്ങനെ എപ്പോഴെങ്കിലും ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അമ്മയ്ക്ക് പൊറോട്ടയൊക്കെ ഇടയ്ക്ക് വാങ്ങാറുണ്ട്. അമ്മയ്ക്ക് അത് കഴിച്ചേ കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ടും കൂടിയാണ് വാങ്ങണത്. അപ്പോൾ നമ്മൾ പോണ സമയത്ത് നല്ല അന്തരീക്ഷമാകുന്നു. ഇപ്പോൾ നമുക്കൊക്കെ മഴക്കാറിന് മൂടി പിടിച്ചുകൊണ്ടാണ്. ഇപ്പോൾ അങ്ങനെ മഴ പെയ്യും. ഏതാ രാജേട്ടാ, എന്താ കിട്ടിയത്? പൊറോട്ട കിട്ടിയത്. തിരക്കുണ്ടോ കടയിൽ? അപ്പോൾ ഇത് കുൽക്കല്ലൂർ ഗേറ്റാണ് കേട്ടോ. നമ്മൾ വന്നത് വല്ലപ്പുഴ ഗേറ്റ് ഭാഗത്തു കൂടെ വന്നു. തിരിച്ചു പോകുമ്പോൾ കുൽക്കല്ലൂർ ഗേറ്റിൽ കൂടെയാണ് പോണത്.
ശരിക്കും നമുക്ക് ഈ ഒരു റൂട്ടാണ് കേട്ടോ എളുപ്പം കാവിലേക്ക് പോകാൻ. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് പൊട്ടച്ചിറക്കൂടെ പോയത് അവിടെ എണ്ണ അടിക്കാൻ വേണ്ടിയിട്ടോ. കാറിൽ പെട്രോൾ ഉണ്ടാകുന്നില്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതാ നമ്മൾ പോന്ന് നമ്മളുടെ എഴുവന്തലയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളുടെ കട. അപ്പം ഇന്നിപ്പോൾ കട അടച്ചിട്ടുണ്ടോ, ഇനിയിപ്പോൾ പോയിട്ട് വീട്ടിലെത്തിയിട്ട് എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് തുറക്കുള്ളൂ, ഉച്ചയാവും അപ്പോഴേക്ക്. അപ്പോൾ ഈ കാണുന്ന കുളം നമ്മുടെ നാട്ടിലുള്ള വലിയൊരു കുളമാണ് കേട്ടോ. മഴയൊക്കെ പെയ്ത് വെള്ളം നിറഞ്ഞപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഈ ഒരു കയറ്റം കയറിയ ഒരു പാറപ്പുറമാണ് കേട്ടോ. വണ്ടിയിലിരിക്കുകയാണെങ്കിൽ എനിക്ക് നല്ല പേടിയാണ് കേട്ടോ ഇവിടെ കയറുമ്പോൾ. ഇതൊരു കുത്തനെയുള്ള കയറ്റമാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി.